ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാസി മുഹമ്മദ്. കാർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കമ്പനികളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഭീമമായിട്ടുള്ള തുക ഇൻഷുറൻസ് കോട്ടായിട്ട് കിട്ടുന്ന സമയത്തായിരിക്കും പല ആൾക്കാരുടെയും കണ്ണുകൾ തുറയുന്നത്. നമ്മൾ ഇത്രയും കാലം ഇത്രയും വലിയൊരു ഭീമമായിട്ടുള്ള എമൗണ്ട് അടച്ചു, ഇത്രയും എൻ്റെ കാറിന് ഇൻഷുറൻസ് തുക വരുന്നുണ്ടോ, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഇപ്പോൾ പല വാട്സപ്പ് കൂട്ടായ്മകളുണ്ടല്ലോ, അതിൽ നമ്മുടെ വണ്ടിയുടെ മോഡലും ഇയറും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഇൻഷുറൻസ് റേറ്റ് ഇത്രയും ഞാൻ അടക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ അതേ മോഡലുള്ള നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ എമൗണ്ട് നമ്മുടെ അത്ര ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു ടെൻഷൻ കൂടും. അപ്പോൾ ആ ഫ്രണ്ട്സ് പറയും, ഞാൻ പുറത്തുനിന്നാണ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്, നിൻ്റെ കമ്പനി ഇൻഷുറൻസ് ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് കൂടുതൽ എന്നൊക്കെ. അപ്പോൾ സത്യത്തിൽ കമ്പനി ഇൻഷുറൻസ് എടുക്കണോ, പുറത്തുള്ള ടീമുകളിൽ നിന്നും ഇൻഷുറൻസ് എടുക്കണോ? ഈ രണ്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്താണ്? ഇനി അതൊന്നും അല്ലല്ലോ, പുതിയ കാലല്ലേ, ഓൺലൈനിൽ ഇൻഷുറൻസ് എടുത്തൂടെ? അതായത് നമ്മൾ ബാങ്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളാണ് ചെയ്യുന്നത് ഗൂഗിൾ പേ വഴി. പിന്നെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് വണ്ടിയുടേത് ഓൺലൈനിൽ എടുത്തുകൂടാ? ഇത് പറയുന്ന സമയത്ത് ഈ പോളിസി ബസാർ എന്ന് പറയുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും പറയും, എടോ അതിലൊന്നും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ക്ലെയിം കിട്ടില്ല എന്നുള്ളതായിരിക്കും ആദ്യത്തെ ചർച്ച. അപ്പോൾ അതും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, ക്ലെയിം കിട്ടുമോ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യം ഞാൻ പോളിസി ബസാർ മുഖാന്തരം നമുക്ക് എങ്ങനെ ഇൻഷുറൻസ് എടുക്കാം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് www.policybazar.com എന്നുള്ള വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ നീക്കാം. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒന്നും ഇല്ല, മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിൾ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് അവിടെ പോളിസി ബസാർ എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴിയും നമുക്ക് ഇൻഷുറൻസ് ബുക്ക് ചെയ്യാം. നമ്മുടെ കൂടുതൽ വ്യൂവേഴ്സും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നവരായതുകൊണ്ട് ഞാനിനി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ ലേഔട്ട് വെച്ചിട്ടാണ്. അപ്പം ഈ സ്ക്രീനിൽ മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ വഴി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ നിങ്ങൾ പോളിസി ബസാർ എന്നുള്ള ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ, പിന്നെ OTP വെരിഫിക്കേഷൻ, നിങ്ങളുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, പേര്, കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അവിടെ കൊടുക്കണം. മറ്റുള്ള ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന പോലെ ഏകദേശം കൊടുത്താൽ പോരാ, കാരണം ഇവിടെ കറക്റ്റ് കൊടുത്താൽ അത് തന്നെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക നിങ്ങളെ ഇൻഷുറൻസിലും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അതിൽ കാർ ഇൻഷുറൻസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടിയുടെ നമ്പറാണ് ചോദിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ഏത് വണ്ടിയുടെ ഇൻഷുറൻസ് ആണ് പുതുക്കാൻ നോക്കുന്നത് അത് തന്നെ അവിടെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പഴയ ഇൻഷുറൻസിൻ്റെ പേപ്പർ മുന്നിൽ വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് വണ്ടിയുടെ ബ്രാൻഡ്, വേരിയൻറ്റ്, മോഡൽ, ഇയർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിലേപോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് കറക്റ്റ് ഇൻഷുറൻസ് നമ്മുടെ ഇൻഷുറൻസ് ആയിട്ട് തന്നെ കിട്ടുക. ഇതിലെന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ അറിയാതെ ആ ഇൻഷുറൻസ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് വണ്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലും നല്ലത് നമുക്ക് അത് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് പഴയ ഇൻഷുറൻസിൽ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇതിൽ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ആൾമോസ്റ്റ് ഡൺ എന്ന് കാണാം. അടുത്ത പേജിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് വണ്ടിയുടെ ഇൻഷുറൻസ് എന്നാണോ തീരാൻ പോകുന്നത്, അത് പഴയ ഇൻഷുറൻസിലുണ്ടാവും, ആ ഡേറ്റും ഇതിൽ കൊടുക്കാൻ മറക്കരുത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡിഡ് യു മേക്ക് എ ക്ലെയിം ഇൻ യുവർ എക്സിസ്റ്റിംഗ് പോളിസി, നമ്മൾ കഴിഞ്ഞ ഇൻഷുറൻസിൽ നമ്മൾ എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നോ കൊടുക്കുക, ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഷുവർ അല്ലെങ്കിൽ അതിൽ നോട്ട് ഷുവർ എന്ന് കൊടുത്താലും മതി, നമുക്കത് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അടുത്തതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് IDV വാല്യൂ, അതായത് ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ എന്ന് പറയും. നമ്മളെ വണ്ടിക്ക് ഇൻഷുറൻസ് കമ്പനി ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടാവും, ആ വില എത്രയാണ് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് IDV വാല്യൂ എന്ന് പറയുന്നത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മുടെ വണ്ടിയുടെ കറക്റ്റ് IDV വാല്യൂ കണക്ക് കൂട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് എത്രയെന്നുള്ളത് നോക്കുക. അതിൽ നിന്നും നമ്മുടെ വണ്ടിയുടെ തേയ്മാനം, അതായത് ഡിപ്രീസിയേഷൻ വാല്യൂ കുറക്കണം. അതായത് നിങ്ങളെ വണ്ടി എടുത്തിട്ട് വെറും 6 മാസം ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 5%, എക്സ്ഷോറൂം പ്രൈസിൻ്റെ 5% എത്രയാണോ വാല്യൂ അതാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ വാല്യൂ. അത് എക്സ്ഷോറൂം പ്രൈസിൽ നിന്നും നമ്മൾ കുറക്കണം. ഇനി നിങ്ങളുടെ വണ്ടി എടുത്തിട്ട് 6 മാസത്തിൽ കൂടുതലോ 1 വർഷമോ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ഷോറൂം പ്രൈസിൻ്റെ 15% നമ്മൾ എക്സ്ഷോറൂം പ്രൈസിൽ നിന്നും കുറയ്ക്കേണ്ടത്. ഇനി നമ്മുടെ വാഹനം 1 വർഷം മുതൽ 2 വർഷം വരെ ആയിട്ടുണ്ടെങ്കിൽ എക്സ്ഷോറൂം പ്രൈസിൽ നിന്നും എക്സ്ഷോറൂം പ്രൈസിൻ്റെ 20% നമ്മൾ കുറയ്ക്കേണ്ടത്. 2 വർഷത്തിന് ശേഷം ഓരോ വർഷവും നമ്മൾ 10% വെച്ച് കൂട്ടിയാൽ മതി. അതായത് 30% ഡിപ്രീസിയേഷൻ. അതിൻ്റെ മുകൾക്ക് ഇനി 1 വർഷം കൂടുമ്പോൾ വീണ്ടും 10%, 40% വെച്ച് കൂട്ടുക. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ഈ കാൽക്കുലേഷൻ വളരെ കോംപ്ലിക്കേഷനായി തോന്നുന്നുണ്ടെങ്കിൽ AI ഉപയോഗിക്കാം. ജെമിനിയിലോട്ട് നിങ്ങളുടെ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് എത്ര എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക, ഇയർ കൊടുക്കുക, എന്നിട്ട് എൻ്റെ വണ്ടിയുടെ നിലവിലുള്ള ID വാല്യൂ എത്രയാണ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, വണ്ടിയുടെ കാലപ്പഴക്കവും കാര്യങ്ങളും കൊടുത്തിട്ട് എത്രയാണോ വണ്ടിയുടെ ID വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റാക്കി പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ NCB, നോ ക്ലെയിം ബോണസ് എന്ന് പറയും. അതായത് നിങ്ങൾ ഒരു വർഷത്തോളം വണ്ടി എടുത്തിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം കിട്ടാൻ പോകുന്ന നോ ക്ലെയിം ബോണസ്, അതായത് വണ്ടി എടുത്തിട്ട് രണ്ടാമത്തെ വർഷം നമുക്ക് 20% ഇൻഷുറൻസിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത്. അത് നമ്മുടെ അവകാശമാണ്. നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടില്ല കേട്ടോ, ഈ നോ ക്ലെയിം ബോണസ് എന്നുള്ളത് കിട്ടില്ല. അവിടെ നിങ്ങൾ 0 എന്നുള്ളത് തന്നെ കൊടുക്കേണ്ടി വരും. ഇനി 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 25% എന്നുള്ളതിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടി കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഇനി അത് 3 വർഷമായിട്ടുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാതെ നമ്മൾ ഇതേ ഇൻഷുറൻസ് ആവണമെന്നില്ല, വേറെ ഏത് കമ്പനികളിലോട്ടും പോകാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ട്, നിങ്ങൾ 3 വർഷം ആയിട്ടുണ്ട് എന്നാണെങ്കിൽ 35% നിങ്ങൾക്ക് നോ ക്ലെയിം ബോണസ് കിട്ടും. അങ്ങനെ മാക്സിമം നമുക്ക് ലാസ്റ്റ്, അതായത് നമ്മുടെ വണ്ടി ഇനി മാക്സിമം ഒരു 5-6 വർഷത്തിനൊക്കെ മുകളിലോട്ട് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ഫിക്സ്ഡ് ആവും. 50% നമുക്ക് എപ്പോഴും നോ ക്ലെയിം ബോണസ് കിട്ടുക നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ. ഇനി ഈ 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 6 വർഷത്തിന് ശേഷം നിങ്ങൾ ക്ലെയിം ചെയ്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ അടുത്ത വർഷം നിങ്ങളുടെ ഇൻഷുറൻസിൽ നോ ക്ലെയിം ബോണസ് 0% ആണ്. പിന്നെ ആദ്യം മുതൽ തുടങ്ങണം. അത് കഴിഞ്ഞൊരു വർഷം കഴിയുമ്പോൾ അക്കാരം നിങ്ങളുടെ നോ ക്ലെയിം ബോണസ് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 20% എന്നുള്ളത്. പിന്നെ ആദ്യം മുതൽ ആ ചാർട്ടിങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ കുറേ വർഷം കഴിയുമ്പോഴേക്കായിരിക്കും 50%-ലോട്ട് എത്തുക. അതാണ് ഇവരുടെ ഒരു സിസ്റ്റം. അപ്പോൾ നമ്മൾ മാക്സിമം ക്ലെയിം ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസിൽ ഡിസ്കൗണ്ട് റേറ്റ് കിട്ടും. നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലോ നമ്മുടെ ഇൻഷുറൻസിൻ്റെ വാല്യൂ അടുത്ത ഇൻഷുറൻസിൽ കൂടി വരുന്നതിനുള്ള കാരണം ഇതാണ്. IDV കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ മുകളിൽ കാണാം NCB എന്നുള്ളത്. ആ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് NCBയും നമ്മൾ കറക്റ്റാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ആഡ് ഓൺസ് ആണ്. നിർബന്ധമായിട്ടും നമ്മൾ കൊടുത്തിരിക്കേണ്ട ആഡ് ഓൺസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. 0 ഡിപ്രീസിയേഷൻ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് പല കമ്പനിക്കാരും നിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയാറുണ്ട്. ചിലവർ അതിന് B2B, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്ന് പറയും. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാവർക്കും അത് അവിടെ വന്നോളണമെന്നില്ല. നമ്മുടെ വണ്ടിയുടെ കാലപ്പഴക്കത്തിനനുസരിച്ചിട്ട് പല ആഡ് ഓൺസും നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഒരു 3 വർഷം പഴക്കമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ അതിനൊക്കെ മിക്കവാറും 0 ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് പ്രീമിയം കുറക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 0 ഡിപ്രീസിയേഷൻ എന്നുള്ള ആഡ് ഓൺ ക്ലിക്ക് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. ഇൻഷുറൻസ് കമ്പനികൾ നമ്മളെ വണ്ടിയുടെ ഫുൾ കവറേജ് എടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ 0 ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കണം. അതില്ലാത്ത വണ്ടിക്കാരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫുൾ കവറേജ് വണ്ടി കിട്ടില്ല എന്ന് ആലോചിക്കുക. കാലപ്പഴക്കമുള്ള വണ്ടികളാണെങ്കിൽ അവർക്ക് ഇനി ഫുൾ കവറേജ് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും, അതായത് എമൗണ്ട് കൂട്ടി അടക്കാനുള്ള തയ്യാറാണ്, എന്നാൽ പോലും അവർക്ക് അവിടെ 0 ഡിപ്രീസിയേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നില്ല. അതായത് ആ വണ്ടിയെ ഫുള്ളായിട്ട് ഏറ്റെടുക്കാൻ ഇൻഷുറൻസ് കമ്പനി തയ്യാറല്ല എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഡ് ഓൺ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാൻ ഒരു ഓപ്ഷൻ വന്നിട്ടും അത് ആഡ് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് നിലവിൽ നിൽക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിലാണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. വണ്ടിയുടെ തട്ടുമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ 50%ഓളം നമ്മളെ കയ്യിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ആ ഇൻഷുറൻസിലോട്ട് പോകണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. B2Bയിലാണെങ്കിൽ മാക്സിമം ഫുൾ കവറേജും നമുക്ക് അതിൽ ഉൾപ്പെടും. ആകെ ഒരു ക്ലെയിമിങ്ങിൻ്റെ ചാർജ് വരും. പല ഇൻഷുറൻസ് കമ്പനികളും ആ ക്ലെയിമിംഗ് ചാർജും ഒഴിവാക്കി തരാനുള്ള ആഡ് ഓൺസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയേ പറയാം. 24/7 റോഡ് സൈഡ് അസിസ്റ്റൻസ് അത് ടിക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ടിക്ക് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. അത് ഇലക്ട്രിക് വണ്ടി ആണെങ്കിലും ശരി, ഐസ് എഞ്ചിൻ വെഹിക്കിൾ ആണെങ്കിലും ശരി, നമ്മളെ വണ്ടി എവിടെയെങ്കിലും വഴിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ആൾറെഡി വണ്ടി പുതിയ വണ്ടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. കമ്പനിയുടെ ടോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കുന്ന സമയത്ത് കമ്പനിയെ വിളിക്കുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ പറയാം 3 മണിക്കൂർ 4 മണിക്കൂർ ആ പൊസിഷനിലോട്ട് എത്താൻ സമയം എടുക്കുമെന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു സെക്കൻഡ് ഓപ്ഷനാണ് നമ്മുടെ ഇൻഷുറൻസ്. ഇൻഷുറൻസിൽ 24/7 റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവരും നിങ്ങളെ വണ്ടി അവിടുന്ന് ടോ ചെയ്തെടുക്കാൻ വരും എന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ മറ്റുള്ള NCB പോലുള്ള കാര്യങ്ങളെ ഇത് ബാധിക്കില്ല. അപ്പോൾ അടുത്ത ഇൻഷുറൻസിൽ അതിൻ്റെ പ്രീമിയം കൂടി വരിക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. അതൊരു ക്ലെയിമിംഗ് അല്ല, ഇതൊരു ഹെൽപ്പിംഗ് ആണ്. അവർ ആ സമയത്ത് നമ്മൾ അവിടെ എത്തുന്നു, നമ്മളെ വണ്ടി ടോ ചെയ്ത് നമ്മൾ പറയുന്ന ആ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലോട്ട് അവിടേക്ക് ഈ വണ്ടി എത്തും. അതിന് പ്രത്യേക ചാർജും കാര്യങ്ങളൊന്നും വരില്ല. ഇനി അതൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് നിന്ന് നമ്മൾ ഈ റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിച്ചിട്ട് ആ വണ്ടി ആ സർവീസ് സെൻറ്റർ വരെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർ പറയുന്ന ചാർജ് അത് 10,000 പറഞ്ഞാൽ അതും കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ആലോചിക്കണേ. മറ്റൊരു നിർബന്ധമായിട്ടും ടിക്ക് ചെയ്യേണ്ട ആഡ് ഓൺ ആണ് കൺസ്യൂമബിൾസ്. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇനി ഐസ് എഞ്ചിൻ വെഹിക്കിൾ ആണെങ്കിലും ശരി, ഇലക്ട്രിക് വണ്ടി ആണെങ്കിലും ശരി, നമ്മളൊരു ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് ഷോറൂമിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ
അവർ വണ്ടിയിലെ പാർട്സും കാര്യങ്ങളും മാറ്റുന്ന സമയത്ത് നമ്മൾ B2Bയിലാണ്, നിൽ ഡിപ്രീസിയേഷൻ ആണ്, ഒരു ചാർജും വരില്ലല്ലോ ക്ലെയിമിംഗ് ചാർജിന് പുറമേ എന്ന് മാത്രം ആലോചിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്തായിരിക്കും അഡീഷണൽ കൺസ്യൂമബിൾ ചാർജ് എന്ന് പറഞ്ഞിട്ട് അതിൽ കാണുക. അതായത് നെട്ട്, ബോൾട്ട്, ഓയിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവർ അഡീഷണൽ ചാർജ് കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആ സമയത്ത് വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കൺസ്യൂമബിൾസ് കൂടി ടിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമ്മൾ ആ ഒരു B2Bയിൽ നിൽക്കുന്ന സമയത്ത് ക്ലെയിമിംഗ് ചാർജ് മാത്രം നമുക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിപ്പെടുള്ളൂ. അപ്പോൾ കൺസ്യൂമബിൾസ് ടിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ആഡ് ഓൺ ഇലക്ട്രിക് വണ്ടികൾക്ക് ബാധകമായിട്ടുള്ളൊരു ആഡ് ഓൺ ആണ്. അതായത് ബാറ്ററി കവർ എന്നുള്ളത്. അത് ടിക്ക് ചെയ്ത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിൽ പല ആൾക്കാർക്കും സംശയമാണ് ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നവർക്ക്. അതായത് കമ്പനിയുടെ വക നമുക്ക് വാറണ്ടി ഉണ്ടല്ലോ, ബാറ്ററി കവറേജും കാര്യങ്ങളും എന്ന് ചിന്തിച്ചിട്ട് ഈ ബാറ്ററി കവർ ടിക്ക് ഇടാതെ പോകാനുള്ള സാധ്യത ഉണ്ട്. കമ്പനി പറയുന്നത് ആക്സിഡൻറ്റ് കാര്യങ്ങളിൽ ആ ഒരു ബാറ്ററി നിങ്ങൾക്ക് മാറ്റിത്തരില്ല. അതായത് ബാറ്ററിക്ക് ചെറിയൊരു കല്ലടിച്ചിട്ട് ഒരു ഡെൻറ്റ് വന്നാൽ പോലും ഈ പറഞ്ഞ കമ്പനികൾ ലൈഫ് ടൈം വാറണ്ടി ആണെങ്കിൽ പോലും നമുക്ക് ആ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരില്ല. അവർ പറയാതെ ആക്സിഡൻറ്റ് കേസ് എന്നാണ് പറയുക. ഇനി നിങ്ങൾ ഇൻഷുറൻസിൻ്റെ കേസിൽ പോയി കഴിഞ്ഞാൽ ബാറ്ററി കവർ ടിക്കിടാത്ത ഇൻഷുറൻസ് ആണെങ്കിൽ പോലും, ആ ആഡ് ഓൺ നിങ്ങൾ എടുക്കാത്ത ടിക്കിടാത്ത ഇൻഷുറൻസ് ആണെങ്കിൽ പോലും കമ്പനികൾ ഒരു ആക്സിഡൻറ്റ് കേസിൽ ആ വണ്ടിയുടെ ബാറ്ററി നമുക്ക് മാറ്റിത്തരണം എന്നുള്ളതൊക്കെയാണ് നിയമം. പക്ഷേ ചെറിയൊരു കല്ലടിച്ചിട്ടുള്ള ചെറിയൊരു ഡെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ കമ്പനി പറയും ഇത് കല്ലടിച്ചിട്ടുള്ളതാണ്, ഇത് ഇൻഷുറൻസിൻ്റെ മുഖാന്തരം നിങ്ങൾ മാറ്റേണ്ടതാണെന്ന് പറയും. ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ചെന്ന് ചോദിക്കുന്ന സമയത്ത് വണ്ടിക്ക് മേജർ ആക്സിഡൻസും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് ഇൻഷുറൻസിൽ ഉൾപ്പെടില്ല എന്നും പറയും. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് ചിലവാക്കിയിട്ട് നമ്മൾ ആ ബാറ്ററി മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട്, മറ്റുള്ള വെള്ളം കയറിയിട്ടുള്ള അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നിട്ട് ഈ ബാറ്ററി പോയി കഴിഞ്ഞാൽ മിക്കവാറും കമ്പനികളും നമ്മളെ കൈയൊഴിയും, ഇൻഷുറൻസ് കമ്പനിയും കൈയൊഴിയും. അപ്പോൾ അതൊരു പ്രത്യേക ആഡ് ഓൺ ആയിട്ട് ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും അത് ടിക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. പക്ഷേ നിങ്ങളെ പ്രീമിയത്തിൽ, ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഏകദേശം ഒരു 3000-4000 രൂപയുടെയൊക്കെ ഡിഫറൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതുപോലെ വേണ്ടപ്പെട്ട മറ്റൊരു ആഡ് ഓൺ ആണ് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ. അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ റോഡ് ടാക്സ് ഉൾപ്പെടെ എത്രയാണോ വണ്ടിയുടെ വാല്യൂ വരുന്നത് അതായിരിക്കും നമുക്ക് വണ്ടിക്ക് ടോട്ടൽ ലോസും മറ്റും സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് പേ ചെയ്യേണ്ട എമൗണ്ട്. അവിടെ നമ്മുടെ IDV വാല്യൂ എന്നുള്ള വാല്യൂ അവർ കണക്കാക്കില്ല, വണ്ടിയുടെ ഫുൾ. അതുകൊണ്ടാണ് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ ടാക്സ് ഉൾപ്പെടെയുള്ള ആ വാല്യൂ തന്നെയായിരിക്കും കമ്പനി നമുക്ക് ഫുള്ളായിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഒരുപാട് വാല്യൂ കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു ചോയ്സാണ് ഏതോ കാര്യങ്ങൾ വേണമെന്നുള്ളത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതല്ലാതെ വണ്ടിയുടെ മോട്ടോറിൻ്റെ പ്രത്യേകം ആഡ് ഓൺ ഉണ്ട്. അങ്ങനെ വണ്ടിയുടെ ഓരോ പാർട്സിന് പോലും, അതുപോലെ വണ്ടിയുടെ ഉള്ളിലുള്ള പാസഞ്ചേഴ്സിന് പോലും സെപ്പറേറ്റ് ഇൻഷുറൻസിലുള്ള പോളിസി കാര്യങ്ങളിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആഡ് ഓൺസ് ഇട്ടിട്ട് നല്ലൊരു പ്രീമിയം തുകയാക്കിയിട്ട് വേണമെങ്കിൽ 40,000, 50,000, 60,000 മുകളിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ അത്രയും ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മളെല്ലാ വർഷവും ഇൻഷുറൻസ് പുതുക്കി പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾക്ക് അഫോർഡ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ പോളിസി ബസാറിൽ നമുക്ക് ടിക്ക് നോക്കാം നമുക്ക് എത്ര എമൗണ്ട് വരും എന്നുള്ളത്. ഇനി പോളിസി ബസാറിലൂടെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന മറ്റൊരു ഗുണം, നമുക്ക് എല്ലാവരുടെയും കോട്ട് അറ്റ് എ ടൈമിൽ കാണാം എന്നുള്ളതാണ്. ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി നമുക്ക് എത്ര രൂപക്കാണ് ഈ പറഞ്ഞ ആഡ് ഓൺസും കാര്യങ്ങളും ഇട്ടിട്ട് ഇൻഷുറൻസ് നമുക്ക് കോട്ട് ചെയ്തിട്ടുള്ളത് കാണാം ലൈവായിട്ട്. അതിൻ്റെ തൊട്ടടിയിൽ തന്നെ മറ്റുള്ള കമ്പനികൾ HDFC എർഗോ എന്നുള്ള പറയുന്ന ഇൻഷുറൻസ് കമ്പനി നമുക്ക് എത്ര രൂപക്കാണ് ആ ഇൻഷുറൻസ് കോട്ട് ചെയ്തിട്ടുള്ളത്, അതിൽ ഈ പറഞ്ഞ ആഡ് ഓൺസ് എല്ലാം അവർ നമുക്ക് തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാം. അതുപോലെ തന്നെ തൊട്ടടിയിലായിരിക്കും കൊടക് ഇൻഷുറൻസ്, അവർ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അവരുടെ പ്രീമിയം റേറ്റ് മറ്റേ ഇൻഷുറൻസിനേക്കാളും കൂടുതലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ ഇരുന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇതിന് കൂടെ മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കേണ്ട കാര്യം, അതായത് ഈ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നതിൻ്റെ തൊട്ടടിയിൽ നിങ്ങൾക്ക് കാണാം ക്യാഷ്ലെസ് എനിവർ എന്നുള്ളത്. ചിലതിൽ ക്യാഷ്ലെസ് ഇൻ പ്രത്യേക ഗാരേജസിൻ്റെ പേരൊക്കെ നൽകിയിട്ടുണ്ടാവും. ക്യാഷ്ലെസ് എനിവർ എന്നുള്ള ആ ഒരു ഇൻഷുറൻസാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയിട്ടാണെങ്കിലും, ഏത് ഗാരേജിലാണെങ്കിലും ഏത് കമ്പനിയിലാണെങ്കിലും നിങ്ങൾ പോയിട്ട് വണ്ടി സർവീസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ഈ ഇൻഷുറൻസ് കിട്ടും എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. ക്യാഷ്ലെസ് ഇൻ പ്രത്യേക ഗാരേജസ് എന്നുള്ള ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഗാരേജസിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ക്യാഷ്ലെസ് എന്നുള്ള ഓപ്ഷൻ കിട്ടുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടൊന്ന് നോക്കണം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്. ആ ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിന് താഴെ
ക്യാഷ്ലെസ് എനിവെയർ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വെച്ചിട്ട് വേണമെങ്കിലും ഇൻഷുറൻസ് ക്യാഷ്ലെസ് ആയിട്ട് കിട്ടും. അല്ലാത്ത കേസിൽ നമ്മൾ റീഇംബേഴ്സ്മെൻറ്റ് എന്നുള്ള മറ്റ് ഓപ്ഷനിലോട്ടൊക്കെ പോകേണ്ടി വരും. അതായത് വണ്ടി അവിടെ ഇട്ടിട്ട് ഇൻഷുറൻസിൻ്റെ കമ്പനിയിലോട്ട് സംസാരിച്ച് നമ്മളെ വണ്ടി ഫുൾ പേയ്മെൻറ്റും കാര്യങ്ങളും നമ്മളവിടെ കൊടുക്കേണ്ടി വരും. എന്നിട്ട് വണ്ടി എടുത്തു കൊടുത്തതിന് ശേഷം ഈ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ അക്കൗണ്ടിലോട്ടായിരിക്കും ഈ ക്യാഷ് ഇട്ട് തരിക. അതൊരു രണ്ടാം തരം അല്ലേ. വണ്ടി അവിടുന്ന് ഇൻഷുറൻസ് കമ്പനി ക്യാഷ്ലെസ് എനിവെയർ എന്നുള്ള തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് നിങ്ങളതെങ്കിൽ അവിടെ വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്രൂവലും കാര്യങ്ങളും വന്നിട്ട് അവരുടെ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ്, ഇപ്പോൾ ടാറ്റയുടെ വണ്ടിയാണെങ്കിൽ ടാറ്റയുടെ ആ കമ്പനിയിലോട്ട് ഡയറക്റ്റ് ഈ ഇൻഷുറൻസ് കമ്പനി എമൗണ്ടും കാര്യങ്ങളും അയക്കുന്നു. നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് വെറും ആ ഒരു ക്ലെയിമിംഗ് ചാർജ് മാത്രം കൊടുത്താൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഷുറൻസുകൾ നിങ്ങൾ പോളിസി ബസാറിലാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പോളിസി ബസാർ വഴി നിങ്ങൾ ഇൻഷുറൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഈ പോളിസി ബസാറിൻ്റെ ടീമുകാർ നിങ്ങളെ വിളിക്കും. അതും മലയാളം സപ്പോർട്ട് വഴിയാണ് നിങ്ങളെ വിളിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. സാറേ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കണമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് നമ്മുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും അവരോട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഈ പറഞ്ഞ കോട്ട് നമുക്ക് പേഴ്സണലായിട്ട് അവർ വിട്ടുതരും. ആ വിട്ടുതരുന്ന സമയത്ത് പ്രീമിയത്തിൽ കുറച്ച് കുറവ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ IDV കൂട്ടണം എന്നുണ്ടെങ്കിൽ അവരോട് പറയാം. അതേപോലെ പ്രീമിയം കുറച്ച് കുറക്കണം, എനിക്ക് ഈ ആഡ് ഓൺസ് വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് അതിലൂടെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് ആക്കി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഇൻഷുറൻസ് ആക്കി മാറ്റാം. പോളിസി ബസാറിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഈ പല കമ്പനികളുടെ ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് വരുന്ന ആ ഒരു പേജ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ രാവിലെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ചാറ്റ് ബോക്സ് ഉണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ഓപ്ഷൻ വരുന്നുണ്ടാവും. ഈസി ക്ലെയിം, ബെസ്റ്റ് വാല്യൂ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് താഴെ ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഐ നീഡ് എ മലയാളം സപ്പോർട്ട് അർജൻ്റ്ലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 to 20 മിനിറ്റിൻ്റെ ഉള്ളിൽ മലയാളത്തിലുള്ള ആ ഏജൻറ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. ഇനി പെട്ടെന്ന് അർജൻറ്റായിട്ട് നമുക്ക് ഒരു ഇൻഷുറൻസ് നമ്മൾ പോളിസി ബസാറിൽ നിന്ന് എടുത്തു, എനിക്ക് മലയാളം സപ്പോർട്ട് കിട്ടുന്നില്ല, മലയാളം സപ്പോർട്ട് കിട്ടിയാലുള്ളൂ ഇത് ക്ലെയിമിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം നമുക്ക് ഉപകാരപ്പെടും. അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് കൊടുത്താൽ മതി, അവർ നമ്മളെ മലയാളത്തിൽ കോൺടാക്റ്റ് ചെയ്യും ഇങ്ങോട്ട്. പക്ഷേ രാവിലെ ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഇനി എൻ്റെ കേസ് പറയാം. ഞാൻ ഇതിൽ കൊടക് ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ ആഡ് ഓൺസും കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് ആവശ്യത്തിനനുസരിച്ച് ടിക്കറ്റ് കൊടുത്തിരുന്നു, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം. എന്നിട്ട് IDVയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇൻഷുറൻസ് എടുത്ത സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്ന് പറയാൻ വിട്ടുപോയി. നമ്മളെ ഗൂഗിൾ പേ വഴി നമുക്കിതിലോട്ട് പൈസ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവരൊരു വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിലൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് അടുത്ത പേജിലാണ്, അത് നമുക്കിവിടെ ലൈവായിട്ട് കാണിച്ചു തരാൻ കഴിയില്ല. ഇനി ഇൻഷുറൻസ് അടുത്ത് ഞാൻ എൻ്റെ വണ്ടിയുടെ പുതുക്കുന്ന സമയത്ത് ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാവും. അപ്പോൾ അവിടെ നിങ്ങൾ ആ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ ആധാർ കാർഡ് ചിലപ്പോൾ പറയും, വണ്ടിയുടെ RC, പഴയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറയും. ജസ്റ്റ് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രീമിയം ഓക്കെ ആയിട്ട് ഇവർ വാട്സപ്പ് മുഖാന്തരം നമുക്കിത് അയച്ചു തരുന്നതാണ്. നമ്മളെ ഡോക്യുമെൻറ്റ് PDF ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് നമുക്ക് അതിലൂടെ കിട്ടും. അത് നമുക്ക് ഈ പോളിസി ബസാറിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് അവിടെ ഉണ്ടാവും. ഓഫ്ലൈൻ ഇൻഷുറൻസ് എന്നുള്ള തരത്തിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. എന്തായാലും ഇത്ര സംഭവമുള്ളൂ. ഇനി നമ്മളെ ഡേറ്റൊക്കെ തെറ്റിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, എൻ്റെ കേസിലൊക്കെ അങ്ങനെയാണ് കൂടുതൽ സമയങ്ങളും വരാറ്, ഡേറ്റ് തെറ്റിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കാറ്. അങ്ങനത്തെ കേസിൽ വീഡിയോ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കടമ്പുണ്ട്, അതിലോട്ട് പോകേണ്ടി വരും. അത്രേ ഉള്ളൂ പ്രശ്നം. നമ്മളെ വണ്ടിയുടെ ചിറ്റോറം നടന്നിട്ട് അവർ പറയുന്ന കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, അത് മുഖാന്തരം നമ്മൾ നടന്ന് വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളും എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഓൺലൈനിൽ വീഡിയോ വെരിഫിക്കേഷനിലൂടെയും നമുക്ക് പോളിസി ബസാറിൽ ഇൻഷുറൻസ് തെറ്റിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കണ്ട. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് പുതിയ വണ്ടിക്ക് രജിസ്റ്റേർഡ് ആയിട്ട് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കണോ, വേണ്ട, നിങ്ങൾക്ക് പോളിസി ബസാർ മുഖാന്തരം നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാം, പുതിയ വണ്ടിക്ക് പോലും. അപ്പോൾ ഈ ഇൻഷുറൻസ് ടീമായിട്ടുള്ള പോളിസി ബസാർ നമ്മളോട് ചോദിക്കുക വണ്ടിയുടെ ഇൻവോയ്സും കാര്യങ്ങളൊക്കെയാണ്. അതവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മലയാളം സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ നമ്മൾ ഈ പറഞ്ഞ ലെവലിലൊക്കെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് വാട്സപ്പ് മുഖാന്തരം ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണമെങ്കിൽ വാട്സപ്പ് മുഖാന്തരം അയച്ചിട്ട് പോലും പോളിസി ബസാറിൽ നിന്ന് എടുക്കാൻ കഴിയും. കാരണം അവരുടെ മലയാള സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത്രയും സുഖമാണ് ഈ ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളെ വിളിക്കുന്നത് പോളിസി ബസാറിൻ്റെ ഏജൻറ്റ് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ.
കാരണം നിങ്ങൾ പോളിസി ബസാർ കൂടി എടുക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പോളിസി ബസാറിൻ്റെ ഏജൻറ്റ് നിങ്ങളെ വിളിക്കുകയുള്ളൂ. അപ്പോൾ അവർ തന്നെ അല്ലേ എന്നുള്ള ഉറപ്പ് വരുത്തണം. അല്ലാതെ പുറത്തുനിന്ന് വേറെ വല്ല ടീമും നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഇൻഷുറൻസ് പുതുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പൈസ തട്ടുന്ന പല സ്കാമുകളും ഉണ്ട്. അപ്പോൾ അതിലൊന്നും പോയി പെടും ചെയ്യരുത്. ഇനി ഞാൻ ഇൻഷുറൻസ് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ക്ലെയിമിങ്ങിന് പോയപ്പോൾ ഉള്ളത് പറയാം. അതായത് ടാറ്റയുടെ വണ്ടി നമ്മൾ പഞ്ചീവി കൊണ്ട് ഇൻഷുറൻസ് ബമ്പർ തട്ടിയൊരു ചെറിയ കേസ്. കമ്പനിയിൽ ചെന്നു, ഇൻഷുറൻസ് ചോദിച്ചു. എൻ്റെ ഇൻഷുറൻസ് കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ടാറ്റ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീം പറഞ്ഞു, അയ്യോ ഇത് പോളിസി ബസാറിൻ്റെ ഇൻഷുറൻസ് ആണ്, ഇത് ചീപ്പ് ഇൻഷുറൻസ് ആണ്, ഞങ്ങൾക്കിത് ക്ലെയിം ചെയ്ത് തരാനൊന്നും കഴിയില്ല, ഇത് ഓൺലൈനിൽ എടുത്ത ഇൻഷുറൻസ് അല്ലേ, ഇതൊന്നും വണ്ടിക്ക് ക്ലെയിം കിട്ടാൻ പോകുന്നില്ല ചേട്ടാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറുപടിയായിരുന്നു. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം, അവരെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തുള്ള ഏജൻസിൻ്റെ അടുത്ത് ഇതേ ഇൻഷുറൻസുകൾ എടുത്തു വിടാനില്ലേ, നിങ്ങൾ എന്തിനാ ഈ പോളിസി ബസാറിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാൻ പോയത്? പോളിസി ബസാറിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇത് പോളിസി ബസാറിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിലും ഇത് ക്ലെയിമിങ്ങും കാര്യങ്ങളും കിട്ടും. ക്യാഷ്ലെസ് എനിവർ എന്നുള്ളത് എൻ്റെ ഇൻഷുറൻസിൽ എഴുതിയിട്ടുണ്ട്, എനിക്കിത് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ നിങ്ങളെ ടാറ്റയിൽ നിന്നും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങളെ ഹെഡുമായിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നമ്പർ തന്നു, അവർക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത്. ഞാൻ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പോളിസി ബസാറിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്തു. അതിൻ്റെ ആ ഹെൽപ്പ് ലൈൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് നമ്പർ കിട്ടും, അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ആ ചാറ്റ് സപ്പോർട്ടിൻ്റെ അവിടെ പോയിട്ട് മലയാള സപ്പോർട്ട് വേണമെന്നുള്ളത് അർജൻറ്റാണെന്ന് എഴുതി കൊടുത്താൽ ഒരു 15-20 മിനിറ്റിനുള്ളിൽ അവർ തിരിച്ചു വിളിക്കും. അങ്ങനെ മലയാളത്തിലും വേണമെങ്കിൽ സംസാരിക്കാം. കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് അവരുടെ ഇംഗ്ലീഷ് സപ്പോർട്ടിലാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വിളിച്ചത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ടാറ്റ കമ്പനിക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് അവിടുന്ന് റിപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് പറഞ്ഞോളൂ, രണ്ട് ഭാഗത്തുനിന്ന് ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾ വേണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് റിപ്പോർട്ടും കാര്യങ്ങളും എഴുതി കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ടാറ്റ കമ്പനി നമുക്ക് ആൾറെഡി കൈമലർത്തി പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇവരോട് ചെയ്യാൻ പറഞ്ഞു. ഉടനടി അവർ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ക്ലെയിമിൻ്റെ കാര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചു. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഇൻഷുറൻസ് കമ്പനി എന്നെ വിളിച്ചു. വണ്ടി എവിടെയാണെന്ന് ചോദിച്ചു. ടാറ്റയുടെ സർവീസ് സെൻറ്ററിൽ ഇന്ന ഷോറൂമിലാണെന്ന് പറഞ്ഞു. ഓക്കെ സാർ, നിങ്ങളത് ഇവിടെ ക്ലെയിമിങ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള സർവേയർ വിളിച്ചു. സർവേയർ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞു. അവർക്കും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. സ്പോട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. രാത്രി ആയതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്തായാലും രാവിലെ എടുത്തിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ, എൻ്റെ വണ്ടി ബമ്പർ ഒരു കല്ലുമ്മ ഒരു മൈൽ സ്റ്റോണും അടിച്ചതാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുത്തു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ലൈവായിട്ടുള്ള ഫോട്ടോ കൂടി അല്ല എന്ന് പറയാം. ലൈവായിട്ടുള്ള ഫോട്ടോ വേണം മിക്ക കമ്പനികൾക്കും നമ്മളെ വണ്ടിയുടെ ക്ലെയിമും കാര്യങ്ങളും കിട്ടേണ്ടതിന്. ഇതൊന്നും ആവശ്യമില്ല. ആ സ്പോട്ടിൻ്റെ ജസ്റ്റ് ഫോട്ടോ കാര്യങ്ങളെടുത്ത് ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തു. ഉടനടി ഒരു 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവരെൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഇൻഷുറൻസ് അപ്രൂവൽ ആയിട്ടുണ്ട്, ഇനി ടാറ്റക്കാരാണ് ബാക്കി പണി തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു. ടാറ്റക്കാരോട് പണി തുടങ്ങാൻ വിളിച്ച് പറഞ്ഞു, ഇൻഷുറൻസ് അപ്രൂവൽ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആ ഇൻഷുറൻസ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആൾ വീണ്ടും പറഞ്ഞു, ക്യാഷ്ലെസ് ആയിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണല്ലോ സാറേ, ഇത് പോളിസി ബസാറിൻ്റെ ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ സാറടുത്ത് ഞാൻ വിളിച്ച കാര്യങ്ങൾ അറിയിച്ചോളാം എന്ന് പറഞ്ഞു. നമ്മുടെ പോളിസി ബസാറിലുള്ള സപ്പോർട്ടിൽ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ക്യാഷ്ലെസ് അവിടെ തരില്ല എന്ന് പറയുന്നുണ്ട്, നിങ്ങളെ ഇൻഷുറൻസിൽ ക്യാഷ്ലെസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരത് സെറ്റപ്പ് ആക്കി തരാമെന്ന് പറഞ്ഞു. സർവേയർ വിളിച്ചപ്പോഴും ഈ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിച്ചു, എനിക്ക് ടാറ്റക്കാർ ക്യാഷ്ലെസ് തരില്ല എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അവരും നല്ല തരത്തിലാട്ടോ എന്നോട് സംസാരിച്ചത്. ഞാൻ ടാറ്റയിലുള്ള ഹെഡിലുള്ള സാറോട് സംസാരിച്ച് നോക്കട്ടെ, അവരുടെ അക്കൗണ്ടിലോട്ട് ഞാൻ ക്യാഷ് വിട്ടു കൊടുക്കാമല്ലോ, എന്തതിലുള്ള ഇത്ര വലിയ പ്രോബ്ലം എന്ന് ചോദിച്ചു. പറഞ്ഞ പോലെ എനിക്ക് ക്യാഷ്ലെസ് ആണ് കിട്ടിയത്. അതായത് ഈ സാറ് അവരോട് സംസാരിച്ചിട്ടുണ്ടാവും, എനിക്ക് ടാറ്റയിൽ നിന്നും ഒരു മോശമായിട്ടുള്ള ഒരു ഇതും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ആ ഇൻഷുറൻസിൻ്റെ ഏജൻറ്റിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ എനിക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞത്, എല്ലാം കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത് ഇതാണ്, സാറേ പോളിസി ബസാറിൻ്റെ ഇൻഷുറൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പഠിഞ്ഞു വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്, ഇതൊക്കെ പുതിയതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ പേപ്പർ വർക്ക് ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു പേപ്പർ വർക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുള്ള ഒരു പരിപാടിയും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ അനിയത്തിയുടെ വണ്ടി ഇതേപോലെ തട്ടിയിരുന്നു കേട്ടോ, അത് കമ്പനി ഇൻഷുറൻസ് ആയിരുന്നു. അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ട് ആ വണ്ടി എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവിടുന്ന് കമ്പനി മുഖാന്തരം കിട്ടിയപ്പോഴേക്കും 7 ദിവസം എടുത്തു. എൻ്റെ വണ്ടിയും ഇതേ ടൈം തന്നെ എടുത്തിട്ടുള്ളൂ. 7 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ പണിയും തീർന്നിട്ട് അവിടുന്ന് എടുത്തിട്ട് ഞാൻ പോന്നു. ഓക്കെ, അപ്പോൾ പോളിസി ബസാറിൻ്റെ ഇൻഷുറൻസ് എടുത്താലും ശരി,
കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്താലും ശരി, ഇനി പുറത്തുനിന്നുള്ള മറ്റുള്ള ഏജൻസിൻ്റെ അടുത്ത് നിങ്ങൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിലും ഒരേ പ്രൊസീജിയറും ഒരേ ടൈമും കാര്യങ്ങൾ തന്നെ എടുക്കുന്നത്. നമ്മൾക്ക് പുറത്തുനിന്ന് എടുത്ത ഇൻഷുറൻസ് ആണല്ലോ, അല്ലെങ്കിൽ പോളിസി ബസാറിൽ നിന്ന് എടുത്ത ഇൻഷുറൻസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു റിസ്ക്കും ഇല്ല, ഒരു പേപ്പർ വർക്കും നമുക്ക് നടന്ന് ചെയ്യേണ്ട ആവശ്യം ഒന്നും അവിടെ വന്നിട്ടില്ല കേട്ടോ. ഫുള്ള് വാട്സപ്പിലൂടെ പല ഡോക്യുമെൻറ്റ്സും ഡാറ്റ അങ്ങോട്ട് തരും, അത് അങ്ങോട്ട് അയച്ചു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളല്ലാതെ എനിക്കൊരു പണി ഇതിൽ വന്നിട്ടില്ല, ഒരു റിസ്ക്കും തോന്നിയിട്ടുമില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്, കമ്പനിയിൽ ഞാൻ ഇൻഷുറൻസ് ഇതേ ആഡ് ഓൺസ് വെച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് 18,000 രൂപയോളം പറഞ്ഞതാണ്. പുറത്ത് ഏജൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ 16,000 അല്ലെങ്കിൽ 15,000 രൂപ വരെയൊക്കെയാണ് മാക്സിമം താഴ്ന്ന് കിട്ടിയിട്ടുള്ളത്. ഇതേ ഇൻഷുറൻസ് ആണ് ഞാൻ പോളിസി ബസാർ മുഖാന്തരം എടുത്ത സമയത്ത് എനിക്കൊരു 13,000 രൂപയുടെ ഉള്ളിൽ സെയിം ഇൻഷുറൻസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നിലവിൽ മാക്സിമം ലെസ് കോട്ടായിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നത് പോളിസി ബസാറാണ്. ഭാവിയിൽ പോളിസി ബസാർ ആയിക്കൊള്ളണമെന്നില്ല, മറ്റുള്ള പല ഏജൻസോ അല്ലെങ്കിൽ കമ്പനി തന്നെ ആയിരിക്കാം വില കുറച്ച് വരിക ഇൻഷുറൻസിൽ. അപ്പോൾ നമ്മുടെ പോക്കറ്റിലുള്ള എമൗണ്ടാണ് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക, കമ്പനിയാണോ പുറത്തുള്ള ഏജൻ്റാണോ പോളിസി ബസാറിലാണോ ഇൻഷുറൻസ് റേറ്റ് കുറവ്, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഓൺലൈൻ ടീമിലാണോ ഇൻഷുറൻസിൻ്റെ റേറ്റ് കുറവ് എന്നുള്ളത് നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക, പറ്റിക്കപ്പെടാതിരിക്കുക. നമുക്ക് മാക്സിമം ലാഭം കിട്ടുന്ന ഭാഗത്ത് നിന്ന് ഇൻഷുറൻസ് എടുക്കുക. ഈ പോളിസി ബസാറിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു പ്ലസ് പോയിൻ്റ് എനിക്ക് തോന്നിയത്, പോളിസി ബസാറിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സർവീസ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാളുടെ ഭാഗത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടും. അതിൻ്റെ പുറമെ ആ ഇൻഷുറൻസ് കമ്പനിയുടെ കസ്റ്റമർ സപ്പോർട്ട് എന്നുള്ള ഹെൽപ്പ് ലൈൻ സപ്പോർട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിന് പുറമെ നമുക്ക് ആ കമ്പനി, അതായത് ടാറ്റ ആണെങ്കിൽ ടാറ്റയുടെ കമ്പനിയിൽ വേണമെങ്കിൽ വിളിച്ചിട്ടുള്ള കാര്യങ്ങളും അന്വേഷിച്ച് കാര്യങ്ങൾ അറിയാം. ഇത് പുറത്തുനിന്നുള്ള ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സപ്പോർട്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. ഇനി ടാറ്റയിൽ നിങ്ങൾ ഡയറക്റ്റ് ഇൻഷുറൻസ് എടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളിൽ നിന്ന് ഡയറക്റ്റ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും, ഇൻഷുറൻസ് കമ്പനിയുടെ സപ്പോർട്ടും കിട്ടും. അപ്പോൾ എനിക്ക് തോന്നിയത് പോളിസി ബസാറല്ലേ ഒന്നുകൂടി ബെറ്റർ. കാരണം 3 ആൾക്കാരുടെ സപ്പോർട്ടാണ്, ടാറ്റയുടെ വക കമ്പനിയുടെ സപ്പോർട്ട് കിട്ടി, പോളിസി ബസാറിൻ്റെ വകയുള്ള സപ്പോർട്ടും കിട്ടി, ഇൻഷുറൻസിൻ്റെ വകയുള്ള സപ്പോർട്ടും കിട്ടി, ആ ടീമിൻ്റെ വകയുള്ള സപ്പോർട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ബെനിഫിറ്റായിട്ട് തോന്നിയത് പോളിസി ബസാറിൻ്റെ ഇൻഷുറൻസ്. അതുകൊണ്ടാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് പോളിസി ബസാറിൻ്റെ ഇൻഷുറൻസ് എടുത്തോ. ഇപ്പോഴത്തെ കേസിൽ നല്ല സർവീസും കാര്യങ്ങളാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക. ഇതിൻ്റെ ഒരു കുറച്ചുകൂടി കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്കൻഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ഉൾപ്പെടുത്തുക. അതായത് ഇൻഷുറൻസ് ലൈവായിട്ട് എടുക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ കേട്ടോ. നമ്മളെ വണ്ടിക്കുള്ള ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ ലൈവായിട്ടുള്ള കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് നൽകാം. അതായത് ഇൻഷുറൻസ് എങ്ങനെ ഇതിൽ ലൈവായിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ ഭാവിയിൽ ആലോചിക്കുന്നുണ്ട്. ഇനി അതുപോലെ ഇൻഷുറൻസ് തെറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് നമ്മൾ ആ ഒരു വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ട്, അതൊരു പ്രത്യേക ചടങ്ങാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളും വേണമെങ്കിൽ പറയാം. അതുപോലെ പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇൻഷുറൻസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഒന്ന് ജസ്റ്റ് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം. നിങ്ങളെ സംശയങ്ങൾ വീഡിയോയുടെ താഴെ അറിയിക്കൂ. നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളത് പറ്റുന്ന തരത്തിൽ വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. This is your friend Fasi Mohammed.